സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപകട ഭീഷണിയുള്ള അരുവാക്കോട് മലയുടെ മുകളിൽ യന്ത്രസഹായത്തോടെ നടത്തുന്ന പ്രവൃത്തികൾ തടഞ്ഞ് പ്രദേശവാസികൾ. നിലമ്പൂർ നഗരസഭയിലെ വരടേമ്പാടം ഡിവിഷനു കീഴിലെ സ്ഥലത്താണ് 2 ദിവസങ്ങളിലായി പ്രവൃത്തികൾ നടത്തി വന്നിരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ഷീരകർഷകർ നിലമ്പൂർ മിൽമയ്ക്ക് മുന്നിൽ പാലൊഴുക്കി പ്രതിഷേധം നടത്തി. ക്ഷീരകർഷക സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം പൊന്നാനി ബ്ലോക്കിലെ വട്ടക്കുളം ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി നിലമ്പൂരിലെ ഗോത്രവർഗ മേഖലയായ മാഞ്ചേരി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. PMAY ഭവന പദ്ധതിയിലെ പഞ്ചായത്ത് വിഹിതം ലഭിക്കുന്നതിലെ അനിശ്ചിതത്വത്തിൽ പ്രതിഷേധിച്ച് എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളുടെ ഉപരോധം. ലൈഫ് ഗുണഭോക്തൃ സംഗമത്തിനിടെ എത്തിയ ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. ഔദ്യോഗിക പദവിയുടെ ഗാംഭീര്യത്തെക്കാൾ ഹൃദയം തൊട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് മലപ്പുറത്തെ ജനപ്രിയനായ ജില്ലാ കളക്ടർ VR വിനോദ് IAS കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുന്നു. ലാൻഡ് റവന്യൂ വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായാണ് സ്ഥലം മാറ്റം. വാർത്തകൾ വിശദമായി. അപകട ഭീഷണിയുള്ള അരുവാക്കോട് മലയുടെ മുകളിൽ യന്ത്രസഹായത്തോടെ നടത്തുന്ന പ്രവൃത്തികൾ തടഞ്ഞ് പ്രദേശവാസികൾ. നിലമ്പൂർ നഗരസഭയിലെ വരടേമ്പാടം ഡിവിഷനു കീഴിലെ സ്ഥലത്താണ് 2 ദിവസങ്ങളിലായി പ്രവൃത്തികൾ നടത്തിവരുന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് റവന്യൂ അധികൃതരെത്തി പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2019 പ്രളയത്തെ തുടർന്ന് സമീപവാസികളുടെ ആവശ്യപ്രകാരം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തിയ സ്ഥലമാണിത്. മലയിൽ വിള്ളലുള്ളതായും കുഴികൾ എടുക്കുന്നതും JCB ഉപയോഗിച്ചുള്ള പ്രവൃത്തികളും നിരോധിച്ചിട്ടുണ്ട്. 30ഓളം കുടുംബങ്ങളാണ് അരുവാക്കോട് മലയടിവാരത്തിൽ താമസിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികളെത്തി പരിശോധിച്ചപ്പോഴാണ് JCB ഉപയോഗിച്ച് പ്രവൃത്തികൾ നടക്കുന്നതായി കണ്ടത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയും അധികൃതരെത്തി പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചതായും ഇവർ പറഞ്ഞു. ഇത് നമ്മൾ അരുവാക്കോട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വരടേമ്പാടം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരുവാക്കോട് മലയാണ്. ഈ മലേൻ്റെ മുകളിൽ 2019 പ്രളയ സമയത്തൊക്കെ ഈ മലയ്ക്ക് വിള്ളലുണ്ട് എന്നുള്ള ഒരു സമീപവാസികളുടെയൊക്കെ പരാതിയെ തുടർന്ന് നമുക്ക് ഇവിടുത്തെ 10-30ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ ഓരോ ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. അപ്പുറം മേഖലയിലാണെങ്കിലും 100-100ഓളം വീടുകൾ വരുന്നുണ്ട്. മാലേനെ ചുറ്റപ്പെട്ടിട്ടാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു വീടുകളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മലപ്പുറം ജിയോളജി വകുപ്പിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇത് പരിശോധന നടത്തിയതാണ്. അന്ന് അവർ പറഞ്ഞത് ഈ മലേൻ്റെ മുകളിൽ JCB പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളും കിണർ ആഴത്തിലുള്ള കുഴികൾ എടുക്കുക അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുതെന്നൊരു നിർദ്ദേശം നമുക്ക് തന്നിരുന്നു. പിന്നെ രാമച്ചം, മുള അങ്ങനത്തെ വേരോടുന്ന മണ്ണിടിച്ചിൽ തടയാൻ പറ്റുന്ന മരങ്ങൾ ഇതിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാനൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇത്രയും നാളും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തെ ഒരു മലബാർ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് JCB ഒന്ന് പ്രവർത്തനം ചെയ്തപ്പോൾ ആ മേഖലയിലുള്ള ആളുകളൊക്കെ തടഞ്ഞിരുന്നു. അവിടെ പ്രവർത്തനമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പം ഇന്നലെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ JCBൻ്റെ സൗണ്ട് കേൾക്കണതും. അപ്പോൾ പറഞ്ഞു ഈ തോംസൺ ഡ്രഗ്സിൽ വർക്ക് കിടക്കാണ്, അടഞ്ഞിടക്കണ ഗുളിക കമ്പനിയിലെ വർക്കാണ് എന്നുള്ളതാണ് നമ്മളോട് അറിയിപ്പ് കിട്ടുക. പക്ഷെ അത് ഇന്നലെയും തുടർന്നു. ഇന്നും അത് തുടർന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സമീപവാസികളൊക്കെ കൂടി ആ മകളിൽ കയറി അന്വേഷിക്കാന്ന്. അതേസമയം അതുകൊണ്ട് തന്നെ നമ്മൾ താലൂക്കിലും വില്ലേജിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തിയിരുന്നു. അവരും ഇപ്പോഴത്തെ താൽക്കാലിക പ്രവർത്തനം നിർത്തിവെച്ച് ഇതിൻ്റെ ഉടമസ്ഥരെ അവരേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആരായിരുന്നാലും ഞങ്ങൾ ഈ കുടുംബങ്ങളുടെ മഴക്കാലത്തെ ഒരു ഭീഷണി തന്നെയാണ് ഈ മല. മഴക്കാലമായാൽ ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇക്കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ വേണമെന്നും ഇത്തരം പ്രവൃത്തികൾ ശാശ്വതമായി നിർത്തിവെപ്പിക്കണം എന്നുമാണ് ഇവരുടെ ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ഷീരകർഷകർ നിലമ്പൂർ മിൽമയ്ക്ക് മുന്നിൽ പാലൊഴുക്കി പ്രതിഷേധം നടത്തി. ക്ഷീരകർഷക സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം പൊന്നാനി ബ്ലോക്കിലെ വട്ടക്കുളം ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷം ശമ്പളം വാങ്ങും, ലക്ഷം ശമ്പളം വാങ്ങും.
ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമായ കാര്യങ്ങൾ, ഒരു കല്യാണമാവട്ടെ, ഒരു ആഘോഷമാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു ചടങ്ങാവട്ടെ, അതിൽ പോലും സമാധാനത്തോടു കൂടി ഒരു പൂർണ്ണ മനസ്സോടു കൂടി പങ്കെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം എൻ്റെ കാലിയുടെ കാര്യം എന്തായി, അതിൻ്റെ കറവയുടെ സമയമായി, അതിനെ തൊഴുത്ത് വൃത്തിയാക്കേണ്ട സമയമായി, ചാണകം നീക്കേണ്ട സമയമായി, പശുവിന് മാറ്റിക്കെട്ടേണ്ട സമയമായി, ഈ നിലയ്ക്കുള്ള ആവലാദികളും വേവലാദികളും വ്യാകുലകരുമായി കഴിയുന്നവരാണ് നമ്മൾ ഈ കർഷകരിൽ അധികം പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പശുപരിപാലനം കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയം എന്ന് പറയാൻ അധികം സമയം ഉണ്ടാവില്ല. ഈ പാലളം നിർത്താൻ സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം, ചിലവരത് ലോക്കൽ സെയിൽ നടത്തും. ഈ തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ നമ്മളുടെ തൊഴിൽധാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്കുണ്ട്. അപ്പൊ അത് കഴിഞ്ഞല്ലേ നമുക്ക് മറ്റു പരിപാടികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പിന്നെ ഈ പരിശുദ്ധമായ ഈ വിശുദ്ധ മാസത്തിൽ പോലും എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ ഒരു സമയമാണ്. എല്ലാവരും വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് പോലും നാനാവിഭാഗം ജനങ്ങളും ഈ തൊഴിലിൽ ഏർപ്പെട്ട മുഴുവൻ കർഷകരായ ആളുകളും ഈ അത്യുഷ്ണത്തെ പോലും അവഗണിച്ചുകൊണ്ട്, തീ തുപ്പുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് ഈ മിൽമയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വന്നത് അത്രയും പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇതങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ പശുവിനെയും കിടാവിനെയും പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ കഴിയുമോ? നമ്മുടെ തൊഴുത്തങ്ങ് അടച്ചുപൂട്ടി ഒരുപാട് നിർത്താനെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള വായ്പകളും തിരിമറികളും കൈവായ്പകളും സ്വീകരിച്ചാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പാൽ വില ലിറ്ററിന് 60 രൂപയായി വർദ്ധിപ്പിക്കുക, കാലിത്തീറ്റയ്ക്ക് വർഷം മുഴുവൻ സബ്സിഡി അനുവദിക്കുക, നിർത്തലാക്കിയ കന്നുകുട്ടി പരിപാലന പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിഷേധത്തിൽ ഉന്നയിച്ചത്. കറവ പശുക്കളുടെ ഇൻഷുറൻസ് ചിലവ് പൂർണ്ണമായും യൂണിയനുകൾ വഹിക്കണമെന്നും മിൽമയിലെ ധൂർത്തും അമിത ചെലവുകളും അവസാനിപ്പിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പാലിന്റെ ലിറ്റർ വില 60 രൂപയാക്കി ഉയർത്തുക, സംഘങ്ങളുടെ ഷെയർ ഡിവിഡന്റ് ഉടൻ നൽകുക, കന്നുകാലികൾക്ക് സൗജന്യ ചികിത്സാ സഹായം ഉറപ്പാക്കുക, കാലിത്തീറ്റ സബ്സിഡി മുടക്കം കൂടാതെ ലഭ്യമാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ആമയൂർ സംഘം പ്രതിനിധി സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനോജ്, വിനോദ്, പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി നിലമ്പൂരിലെ ഗോത്രവർഗ മേഖലയായ മാഞ്ചേരി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സഖറിയ ഉമ്മൻ, കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാഞ്ചേരി ഗോത്രമേഖലയിലുള്ള ദീമ്പ് വളവ്, ചൊട്ടാക്കുട്ടി, മൈലാടിപ്പൊട്ടി എന്നിവിടങ്ങളിലെ പൊതുവിതരണ വകുപ്പിന്റെ ഭക്ഷ്യധാന്യ വിതരണ കേന്ദ്രങ്ങൾ കമ്മീഷൻ സന്ദർശിച്ചു. വിതരണ സംവിധാനം വിലയിരുത്തുകയും റേഷൻ വാങ്ങുന്ന ഗോത്രവർഗ്ഗക്കാരോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു. മൈലാടിപ്പൊട്ടി ഉന്നതിയിലെ വീടുകളിലും കമ്മീഷൻ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതി നിർവഹണം വിലയിരുത്തി. ഗോത്രവർഗ്ഗ വിഭാഗത്തിൽ നിന്നുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുമായും ഊരുമൂപ്പനുമായും കമ്മീഷൻ ചെയർമാൻ സംസാരിച്ചു. ഗോത്രവർഗ മേഖലയിലുള്ളവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ വിലയിരുത്തി. റേഷൻ വിഹിതമായി നൽകുന്ന ഗോതമ്പിന് പകരം ഗോതമ്പ് പൊടി നൽകണമെന്ന് ഉന്നതികളിലുള്ളവർ ആവശ്യപ്പെട്ടു. ഗോതമ്പ് പൊടിക്കുവാനുള്ള സംവിധാനം ഊരുകളിൽ ഇല്ലാത്തതിനാലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ട്രൈബൽ വകുപ്പുമായി ചേർന്ന് ഗോതമ്പ് പൊടിച്ചു നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കും. ഉന്നതികളിലുള്ളവർ അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മേഖലയിലെ പോഷകാഹാര വിതരണവും ഭക്ഷ്യധാന്യ വിതരണവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട് ട്രൈബൽ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ കമ്മീഷൻ ശ്രദ്ധ ചെലുത്തുമെന്നും കമ്മീഷൻ അംഗം വി രമേശൻ അറിയിച്ചു. ഈ കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ റേഞ്ചിലുള്ള ആദിവാസി ഉന്നതികളിലും ആദിവാസി സമൂഹത്തെയും കാണുവാനായിട്ടാണ് ഭക്ഷ്യ കമ്മീഷൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ യാത്രയിലുടനീളം ഗോത്രവർഗ സമൂഹവുമായിട്ട് സംസാരിക്കുവാനുമായിട്ടും അവരുമായിട്ട് സംവദിക്കുവാനായിട്ടും ഇവിടെ ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളുടെ കൃത്യനിർവഹണം എങ്ങനെയെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ ഈ യാത്രയിലുടനീളം റേഷൻ അരിയും മറ്റു കാര്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഗോതമ്പിന് പകരം ആട്ട വേണമെന്നുള്ള അവരുടെ ഒരു വലിയ ഒരു ആവശ്യമുണ്ട്. അത് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവൺമെന്റിന് കത്ത് കൊടുക്കുന്നതായിരിക്കും. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച കരുളായി നെടുങ്കയം ഉന്നതിയിലെ മണിയുടെ കുടുംബത്തെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ, മെമ്പർ എന്നിയടങ്ങുന്ന ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പൊതുവിതരണം, വനിതാ ശിശു വികസനം, ട്രൈബൽ, റവന്യൂ, വനം, പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സന്ദർശനത്തിൽ പങ്കെടുത്തു.
PMAY ഭവന പദ്ധതിയിലെ പഞ്ചായത്ത് വിഹിതം ലഭിക്കുന്നതിലെ അനിശ്ചിതത്വത്തിൽ പ്രതിഷേധിച്ച് എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളുടെ ഉപരോധം. ലൈഫ് ഗുണഭോക്തൃ സംഗമത്തിനിടെ എത്തിയ ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. പദ്ധതിയിൽ കരാർ വെച്ച 117 പേരിൽ 71 പേർക്ക് ആദ്യ ഗഡു ലഭിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും 10 പേർക്ക് മാത്രമാണ് പഞ്ചായത്ത് വിഹിതമായ 70,000 രൂപ നൽകിയത്. വരാനിരിക്കുന്ന 2026-27 വാർഷിക പദ്ധതിയിൽ ബാക്കിയുള്ളവർക്ക് തുക അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 17 പേർക്ക് മാത്രമാണ് ജനറൽ ഫണ്ട് വകയിരുത്തിയത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 117 PMAY എഗ്രിമെന്റ് ചെയ്ത ആൾക്കാരുണ്ട്. അതിൽ 71 പേർക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കൂടി ആയിട്ടുള്ള 42,000 രൂപ ലഭിച്ചു കഴിഞ്ഞവരാണ്. അതൊരു വർഷം മുമ്പ് ലഭിച്ചവരാണ് എന്റെ പുറകിൽ നിൽക്കുന്നവര്. എന്നാൽ അവർക്ക് നാളിതുവരെയായിട്ട് ഗ്രാമപഞ്ചായത്ത് നൽകേണ്ട വിഹിതം 70,000 രൂപ 10 പേർക്ക് മാത്രമാണ് ഇതിനോടകം നൽകിയിട്ടുള്ളത്. വരുന്ന വാർഷിക പദ്ധതിയിൽ എങ്കിലും ബാക്കി 61 പേരെ ഉൾക്കൊള്ളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ കൃത്യമായി ഗ്രാമപഞ്ചായത്ത് വഴിവിട്ട അവരുടെ താല്പര്യങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും മാറ്റി വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ ലിസ്റ്റ് വെക്കുന്ന പദ്ധതിയുമൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നിൽക്കുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇനി 61 പേർക്ക് കൂടി ഫണ്ട് ലഭിക്കണം ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം. അതിൽ കേവലം 17 പേർക്ക് മാത്രമാണ് ജനറൽ ഫണ്ടിൽ നിന്നും ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത്. SC വിഭാഗത്തിൽ 6ഉം ST വിഭാഗത്തിൽ 1ഉം അടക്കം 24 പേർക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ ആദ്യ ഘട്ടമായ 48,000 ലഭിച്ചിട്ട് ഇനിയും 37 പേര് അടുത്ത വാർഷിക പദ്ധതിയിൽ പോലും ഉൾപ്പെടാതെ നിൽക്കുകയാണ്. 6 SC 1 ST കുടുംബങ്ങൾക്കും ഫണ്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ബാക്കി വരുന്ന 37 ഗുണഭോക്താക്കൾ അടുത്ത വർഷവും തുക ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു വർഷമായി വീട് പൊളിച്ചിട്ട് വീട് പൊളിച്ചാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീട് പൊളിച്ചത്. ഇന്ന് വരെ ഓരോ വീടിന് 48 റുപ്യ അല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് വാർക്കാൻ ഓര് പറയുന്ന എന്നോട് എന്താ പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞത്, നിങ്ങൾ പെര കയറ്റിക്കോടി പഞ്ചായത്ത് ഇവിടുന്ന് തരും എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ വരുമ്പോ എന്നോട് പറയുന്ന വർത്താനം എന്താണ്, നിങ്ങൾ പെര കയറ്റിക്കോളി ഇവിടുന്ന് വരുമ്പോ ഞാൻ തരും എന്നാണ് ഓര് പറയുന്നത്. ഇന്ന് വരെ ഇപ്പൊ ഇന്ന് പോലെ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ഇത് തരും നിങ്ങള്. എനിക്ക് PMAY 48 റുപ്യ ആകെ കയറിയത്. അതിപ്പോ 1 വർഷമായി വീട് പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 4,000 വാടക എടുത്തിട്ട് താമസിക്കുന്നത്. ഞങ്ങൾ ബ്ലോക്ക് ഓഫീസ് പോയപ്പോൾ അവര് പറഞ്ഞത് പുതിയ ഭരണസമിതി കയറിയിട്ടുണ്ട്, ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവിടെ ഫണ്ട് വെച്ചിട്ടില്ലെന്ന് അവര് പറഞ്ഞത്. ഇവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞത് ബ്ലോക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പൊ ആരും തീരുമാനം തരില്ല. സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞത്. പ്രസിഡന്റ് പറയുന്നത് അടുത്ത ഏപ്രിൽ മാസം മുതൽ 70,000 രൂപ കയറുന്ന പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് എന്താവുന്നത്. വീട് പണി പാതി വഴിയിലായ തങ്ങളോട് അധികൃതർ വിവേചനം കാണിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഔദ്യോഗിക പദവിയുടെ ഗാംഭീര്യത്തെക്കാൾ ഹൃദയം തൊട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് മലപ്പുറത്തെ ജനപ്രിയനായ ജില്ലാ കളക്ടർ VR വിനോദ് IAS കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങുന്നു. ലാൻഡ് റവന്യൂ വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായാണ് സ്ഥലം മാറ്റം. പകരം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയായ വിനയ് ഗോയൽ മലപ്പുറം ജില്ലയുടെ പുതിയ കളക്ടറാകും. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം ചുമതലയേൽക്കും. 2015 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ VR വിനോദ് 2023 ഒക്ടോബർ 20 മലപ്പുറം ജില്ലാ കളക്ടറായി ചുമതലയേറ്റത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡയറക്ടറായിരിക്കെയാണ് മലപ്പുറത്ത് കളക്ടറായി എത്തിയത്. സൗമ്യമായ പെരുമാറ്റവും മനസ്സ് തുറന്ന ഇടപെടലുകളും കൊണ്ട് വളരെ വേഗം മലപ്പുറത്തിന്റെ മനം കവർന്ന VR വിനോദ് ജനകീയനായി മാറി. ആരോഗ്യകരമായ ഭക്ഷണം, ജീവിതശൈലി, ഭിന്നശേഷി വിഭാഗത്തോടുള്ള കരുതൽ, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിലെ ജനപ്രിയമായ കളക്ടറുടെ ഇടപെടലുകൾ ശ്രദ്ധേയവും വേറിട്ടതുമാക്കി. ഭിന്നശേഷി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള പുരസ്കാരം വരെ എത്തിച്ചു. ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. ഒപ്പം എന്ന പേരിൽ അവർക്കായി തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പദ്ധതിയുടെ പേര് അന്വർത്ഥമാക്കും പോലെ ഭിന്നശേഷി വിഭാഗക്കാരെ ഒപ്പം ചേർത്ത് നിർത്തുന്നതായി. VR വിനോദിന്റെ നേതൃത്വത്തിൽ അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്കായി PSC പരിശീലനം നൽകി. ഈ പരിശീലനം വഴി സർക്കാർ ജോലി ലഭിച്ചവരുണ്ട്. ഭിന്നശേഷിക്കാർക്ക് സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്സസ് കഫേകൾ ആരംഭിച്ചു. നിലവിൽ ഭിന്നശേഷിക്കാർ നടത്തുന്ന 2 കഫേകളാണ് സിവിൽ സ്റ്റേഷനിലുള്ളത്. ജില്ലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് കളക്ടർ മുൻകൈയെടുത്തു. ഭിന്നശേഷിക്കാർക്ക് ചെസ് പരിശീലനം ഉൾപ്പെടെ കായിക പരിശീലനങ്ങളും വിനോദ പരിപാടികളും നടത്തി.
ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡയറക്ടറായിരുന്ന അനുഭവ സമ്പത്തുമായി എത്തിയ അദ്ദേഹം ജില്ലയുടെ ഭക്ഷണശീലങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കണമെന്ന നിലപാടെടുത്തു. അമിതമായ മധുരവും ഉപ്പും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ജില്ലയിലെ ഹോട്ടലുകളിലും വീട്ടകങ്ങളിലും ഒഴിവാക്കുവാൻ നെല്ലിക്ക എന്ന പേരിൽ വിപുലമായ ക്യാമ്പയിൻ നടത്തുകയും ഇത് ജില്ല ആവേശപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു. ആരോഗ്യകരമായ ഭക്ഷണരീതി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് പരിചയപ്പെടുത്തുവാൻ സിവിൽ ക്യാന്റീനിൽ ഹെൽത്തി പ്ലേറ്റ് തുടങ്ങി. പൊരിക്കേണ്ട പീങ്ങാം ക്യാമ്പയിന് ജില്ലയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. പുഴുങ്ങിയ മുട്ട, വേവിച്ച ചിക്കൻ, തൈര്, പച്ചക്കറി, പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ഹെൽത്തി പ്ലേറ്റ് ഉച്ചഭക്ഷണമായി ലഭ്യമാക്കി. എല്ലാ സർക്കാർ ഓഫീസുകളിലും ജീവനക്കാരെ പങ്കെടുപ്പിച്ച് രാവിലെ ലഘുവ്യായാമം ചെയ്യുവാൻ നിർദ്ദേശം നൽകി. ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി റോഡിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടുവാൻ പുലർച്ചെ 5-നും അദ്ദേഹം റോഡിലിറങ്ങി. നാടുകാണി ചുരം മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വയനാട് ദുരന്ത സമയത്തെ നിലമ്പൂരിലെ രക്ഷാപ്രവർത്തനം, നിപ്പ പോലുള്ള ആരോഗ്യ പ്രതിസന്ധി ഘട്ടങ്ങൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ ഘട്ടങ്ങൾ, സർക്കാരിന്റെ വാർഷികം, നവകേരള സദസ്സുകൾ പോലുള്ള ജനകീയ പരിപാടികൾ തുടങ്ങിയവയ്ക്ക് അതുല്യമായ നേതൃത്വം നൽകി. 2 വർഷവും 4 മാസവും കൊണ്ട് മലപ്പുറത്തിന്റെ മുഴുവൻ സ്നേഹവും കൊണ്ടാണ് തിരുവനന്തപുരം സ്വദേശി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നത്. സാക്ഷരതാ മിഷൻ മഹിളാ സമാഖ്യ സൊസൈറ്റിയുമായി ചേർന്ന് നടത്തുന്ന മുന്നേറ്റം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പ്രത്യേക തുല്യതാ രജിസ്ട്രേഷന് വലിയ ഭൂമിക്കുത്ത് ഉന്നതിയിൽ തുടക്കം. സാക്ഷരതാ ഡയറക്ടർ AG ഒലീന ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സാക്ഷരതാ മിഷൻ മഹിളാ സമാഖ്യ സൊസൈറ്റിയുമായി ചേർന്ന് നടത്തുന്ന മുന്നേറ്റം പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക തുല്യതാ രജിസ്ട്രേഷന് വലിയ ഭൂമിക്കുത്ത് ഉന്നതിയിൽ തുടക്കം. സാക്ഷരതാ ഡയറക്ടർ AG ഒലീന ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ അധ്യക്ഷത വഹിച്ചു. മഹിളാ സമാഖ്യ ജില്ലാ കോർഡിനേറ്റർ M റജീന, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PV ശാസ്ത്രപ്രസാദ്, വാർഡ് മെമ്പർമാരായ രഹന നെച്ചിക്കാടൻ, PH ആയിഷ, പ്രേരക് രാധ, സമാഖ്യ ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺ അജിത, പൊതുപ്രവർത്തകരായ സുനിൽ നെടുങ്കയം, സുധീഷ്, രാജി അനിൽ എന്നിവർ സംസാരിച്ചു. ഉല്ലാസ് പദ്ധതി വഴി സാക്ഷരതാ പരീക്ഷ വിജയിച്ച മുതിർന്ന പഠിതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ 2025-26 വർഷത്തെ യുവപ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശാരീരിക മാനസിക പരിമിതികളെ അതിജീവിച്ച് സമൂഹത്തിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയും യുവതയ്ക്ക് പ്രചോദനവുമായി തീരുകയും ചെയ്ത യുവജനങ്ങൾക്കാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവപ്രതിഭാ പുരസ്കാരം നൽകുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ ഹാൻഡ്സ് ഫ്രീ വനിതാ ഡ്രൈവറായ ജിലു മോൾ മരിയറ്റ് തോമസ്, യൂണിവേഴ്സിറ്റി കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശാരദ ദേവി, പഞ്ചഗുസ്തി ദേശീയ താരം അമൽ ഇക്ബാൽ എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. ഇരു കൈകളുമില്ലാതെ ജനിച്ചിട്ടും ഇച്ഛാശക്തിയോടെ അതിജീവനത്തിന്റെ പാതയിൽ വിജയം വരിച്ച ജിലു മോൾ മരിയറ്റ് തോമസ് ഇടുക്കി തൊടുപുഴ സ്വദേശിനിയാണ്. കാലുകൾ കൊണ്ട് എഴുതി +2 അനിമേഷൻ ബിരുദവും നേടിയ ശേഷം 6 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ കാലുകൾ കൊണ്ട് കാർ ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി ജിലു സമൂഹത്തിന് പ്രചോദനമായി. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ജിലു മോൾ മരിയറ്റ് തോമസ്. തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ ശാരദ ദേവി ഡിസബിലിറ്റി സ്റ്റഡീസ് ഗവേഷകയും വീൽചെയർ യൂസറും ഭിന്നശേഷി അവകാശ പ്രവർത്തകയുമാണ്. ഡിസബിലിറ്റിയുള്ള വ്യക്തികളുടെ അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണത്തിനും അക്കാദമിക് പൊതുസമൂഹ ഇടപെടലുകൾ നടത്തുന്ന മാതൃകാ വ്യക്തിത്വമാണ് ഡോക്ടർ ശാരദ ദേവി. ഡോക്ടർ ശാരദയുടെ അതിജീവന വാർത്ത SCERT 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇടം നേടിയിട്ടുണ്ട്. പഞ്ചഗുസ്തിയിൽ ദേശീയ തലത്തിൽ വെങ്കലം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ കരസ്ഥമാക്കിയ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ അമൽ ഇക്ബാൽ സംസ്ഥാനതല മത്സരത്തിൽ ഇരട്ട സ്വർണം നേടുകയും ചെയ്തു. മസ്കറ്റിൽ നടന്ന UN മോഡൽ പാർലമെന്റിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന വിദ്യാർത്ഥികളോട് മത്സരിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിപ്ലോമസി അവാർഡ് കരസ്ഥമാക്കി. ഹിമാചൽ പ്രദേശിലെ ബ്യാസ് നദിയും കണ്ണൂരിലെ തേജസ്വിനി പുഴയും റിവർ റാഫ്റ്റിംഗ് എന്ന സാഹസിക വിനോദത്തിലൂടെ കീഴടക്കിയ ആദ്യത്തെ സെറിബ്രൽ പാൾസി ബാധിതനാണ് അമൽ. യുവജന കമ്മീഷൻ യുവപ്രതിഭ യൂത്ത് ഐക്കൺ പുരസ്കാര വിതരണം മാർച്ച് 4-ന് തിരുവനന്തപുരത്ത് നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.